നമ്മളങ്ങനെ യാത്ര വീട്ടിൽ നിന്ന് തുടങ്ങുവാണ്. നമ്മുടെ ചാപ്പോടെ എത്തിയിട്ടുണ്ട്. നിക്കി ബിരിയാണി മേടിച്ചുകൊണ്ട് ബിസ്മി തട്ടുകടയിൽ നിന്ന് ബിരിയാണി മേടിച്ചുകൊണ്ട് ആറ്റിറ്റ്യൂഡ് ഇട്ടുണ്ട്. നിക്കി വരുന്നു. ഹായ്. അവൻ വന്നു ഗൈസ്. നമ്മളങ്ങനെ എല്ലാരും മസിലടിച്ചിരിക്കല്ലോ. എനിക്കിപ്പോ വീഡിയോ എടുക്കുമ്പോ സീരിയസ് തമാശ ഒന്നും പറയില്ല. സീരിയസ് ഈ വീഡിയോ ആരോ കാണിക്കാനുണ്ട്. അതെ അതെ, അതുകൊണ്ട് നമ്മളങ്ങനെ ദിയയും റമീസയും ബാക്കിൽ വണ്ടിയിൽ വരുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ? ഞങ്ങളെല്ലാരും ഈ വണ്ടിയിലോട്ട് ഷിഫ്റ്റായി. ഇവന്മാർക്ക് സെറ്റല്ലേ? 5 മിനിറ്റ് കൂടുമ്പോ സെറ്റല്ലേ? എടി ഉമ്മാര് രണ്ടുപേരും ഒന്ന് വണ്ടി ഇറക്കി വിട്ടാണ് നമുക്ക് കട്ടക്കടിക്കാം. ഉപദ്രവിക്കല്ലേ? ആ തൊണ്ടേന്ന് ആക്കോണ്ട് ഞങ്ങളെ ശക്തി കൂടെ കൊതുകാരെ വിട്ടിട്ടുണ്ടോ സക്കീർ ഭായി? എന്താണ് എന്ത് എന്താ പറയട്ടെ? ഇത് മാറ്റണം. ഇതൊന്നും ഇടരുതിട്ടാ. ഇതൊന്നും ഇതില് വരില്ലല്ലേ? ഇതൊന്നും ഇതില് വരില്ലല്ലേ? ബാക്കില് വണ്ടി ഉണ്ടെന്ന് കാണിച്ച് ഇങ്ങോട്ട് എനിക്കില്ല സൈക്കിൾ. ഈ ബോജിന്റെ അതാണ് ഞങ്ങളൊട്ടാണ്. ചൂട് സിനിമയില് ഡിവിമ്പോൾ ഇരിക്കൂല. അതേപോലെ ഒരു വാട്ടർ ബോട്ടിൽ കൂടെ തന്നെ എന്താണ് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? പോയത് തന്നെ ലിച്ചോദിക്കുന്ന കണ്ടോ അറിയിക്കണ്ട. നിനക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു ആർക്കൊന്നും പറ്റിട്ടില്ല. നല്ല ആംഗിളല്ലേ അത്? എടുക്കാം വേണ്ട കുഴപ്പമില്ല. എടാ എന്നാ എന്റെ ഒരു ഫോട്ടോ എടുത്തേ. എന്നാ ഇറങ്ങിപ്പോടാ അണ്ണനെ കളിയാക്കല്ലേ? ക്യാമറ പാക്കിട്ട് വരാൻ ബാക്കി സിനിമാറ്റിക് ആണോ? ഹലോ നമ്മളങ്ങനെ നേര്യമംഗലം പാലം കയറി. പുതിയ പാലത്തിന്റെ പണികളൊക്കെ അപ്പുറ സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നു.
നിങ്ങൾക്കെല്ലാവരും കിട്ടി. ഗൈസ്, നമ്മളങ്ങനെ റൂമിൽ ചെന്ന് ചെക്ക് ഇൻ ചെയ്ത് നേരെ മൂന്നാർ ടൗണിൽ ഫുഡ് കഴിക്കാനായിട്ട് വന്നേക്കുവാണ്. ക്യാമറ ക്ലാരിറ്റി എങ്ങനെയുണ്ടോ നോക്കാനാ? ചെറുതായിട്ട് ജലദോഷം നീർക്കെട്ടും പിടിച്ചു. ഇന്നലെ രാത്രി ജക്കുസി ഓണാക്കിയിട്ട് അതിനകത്ത് അടക്കുവാർ ഗൈസ്. അതെ, ഒരാളെ എണീറ്റിപ്പുണ്ടല്ലോ അവിടെ. ഗുഡ് മോർണിംഗ്. എന്നെ കണ്ടപ്പോൾ പേടിച്ചു ഗൈസ്. രാവിലെ 8:30 8 മണിയായപ്പോഴത്തേക്ക് പയ്യെ എണീറ്റു. 9 മണി മുമ്പേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. എല്ലാവരും പയ്യെ എണീപ്പിക്കണം. അപ്പം നമ്മൾ സ്റ്റേ ചെയ്തത് ഞങ്ങൾ എലിക്സർ വുഡ്സിൻ്റെ റൂമും ഈ കോട്ടേജ്, ഇത് 2 ബെഡ്റൂം കോട്ടേജാണ്. അപ്പം റമീസയും നബീലും ദിയും കോട്ടേജിൽ, ഞാനും നിഹാലും ചാപ്പും. രാവിലെ ഒന്ന് നടന്നിട്ട് വരാം. ഇതാണ് 2 ബെഡ്റൂം കോട്ടേജാണ്. ഇവിടെയാണ് നബീൽ ആൻഡ് ഫാമിലി, ഹാഫിസ് ആൻഡ് ഫാമിലി താമസിക്കുന്നത് ഗൈസ്. ഇത് എത്ര ഡിഗ്രി ഉണ്ടാവും? 45 ഇറക്കം. നോട്ട് 45. ഹായ്, ഹലോ ഹലോ. നിക്കിക്ക് പേടിയാ, ക്യാമറ ഓണാക്കുമ്പോൾ നിക്കിക്ക് പേടിയാ. എന്താ പറയാൻ പാടില്ല ഗൈസ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എലിക്സറിൻ്റെ മെയിൻ ബ്ലോക്കിലോട്ട് വന്നേക്കുക. നമ്മൾ എലിക്സർ വുഡ്സിലാണ് സ്റ്റേ ചെയ്തത്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉള്ളത് മെയിൻ ബ്ലോക്കിൽ. നേരെ ഇതിൽ കൂടെ എടുത്ത് പയ്യെ കയറ്റി. ഒരു ബമ്പുണ്ട്. ഗൈസ്, നമ്മൾ ആദ്യം നോക്കിയത് മെയിൻ ബ്ലോക്കിൽ. ഇതേ കാണുന്നത് ഒരു 3 BHK വില്ല, പ്രൈവറ്റ് പൂൾ വില്ല. അതൊരു സുഖമില്ലായിരുന്നു കണ്ടിട്ട്. ഇതാണ് എലിക്സറിൻ്റെ മെയിൻ ബ്ലോക്കിലെ ലോഞ്ച്. പണ്ട് 2021 ഞങ്ങളിവിടെ നിന്നൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിൻ്റെ കൂടെ കാണിച്ചു തരാം. 21-20 സംതിങ്.
ഇതാണ് എലിക്സറിൻ്റെ എല്ലാവരും കാണുന്ന ഫോട്ടോസിലൊക്കെ കാണുന്ന ഒരു ഏരിയ. നമുക്ക് ഇവിടുന്ന് അപ്പുറം ബ്ലോക്കിലോട്ട് നടന്നു പോകണം. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ. നിഹാലിന് എന്തോ പറയാനുണ്ടെന്ന്. എങ്ങനെയുണ്ട് സ്റ്റേയും കാര്യങ്ങളൊക്കെ? എങ്ങനെയുണ്ട്? ആണോ? ആ, ഒന്നും പറയില്ല. എന്നാലും നീ ക്യാമറയിലോട്ടൊക്കെ നീ ഇങ്ങനെ പേടിക്കണം. വന്നോ. ഹായ്. എടി ഇത് ആദ്യമായിട്ടല്ല, ഇത് ഇവിടെ ഇല്ലായിരുന്നല്ലോ. ഇതാദ്യമായിട്ടാണ്. അത് ക്യാമറ ഓൺ ആക്കുമ്പോ എങ്ങനെ കറക്റ്റ് ഒരു മഞ്ഞ ലുക്ക് കൊണ്ടത് എല്ലാവർക്കും. എല്ലാവരും ക്യാമറ ഓൺ ആക്കുമ്പോ ഡീസന്റ് ആവുക. ഇവരൊക്കെ തനി സ്വഭാവം ക്യാമറ ഓഫ് ആക്കുമ്പോഴേ കണ്ടേ. അതാണ് വേണ്ടത് നമുക്ക്. അത് ശരി, ഇവൻ അഴുക്ക ചെറുക്കൻ. ഇതാണ് ഗൈസ്, ഇവിടെയാണ് റെസ്റ്റോറൻറ്റ്, ഇവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഇതാണ് ഗൈസ് മെയിൻ ഏരിയ, മെയിൻ ബ്ലോക്ക്. ഇവിടുത്തെ വിഷ്വല് കുറച്ച് കാണിച്ചു തരാം. ഇതിവിടെ താഴെ ജിമ്മുണ്ട്. നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അവർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ 3 പേര് മാത്രമേ എത്തിയുള്ളൂ. അവര് ചായ എങ്ങനെയുണ്ട്? ടു ബാഡ്. ഇവിടെ എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കട്ടെ. കോഫി, ടീ, സെക്ഷൻ കുറച്ച് സാധനങ്ങൾ ഇരിപ്പുണ്ട്. ഇഡ്ഡലി ഉണ്ട്. ഇഡ്ഡലി കൊള്ളാം. ചട്നികൾ, കേരള പറാത്ത, ടൊമാറ്റോ ദോശ. ഓ മൈ ഗോഡ്, നല്ല ചൂട് വടയുണ്ട് ഗൈസ്. വട ഈസ് മൈ ഫേവറേറ്റ്. കള്ളപ്പത്തിൽ കള്ള് ചേർക്കുക ഗൈസ്. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ, എനിക്കറിയാത്തതുകൊണ്ടാണ്. സാമ്പാർ, മസാലപ്പൂരി, പൊരി, ഓട്സ്, ഓട്സ്. ഇതെന്തായിട്ട് നോർത്ത് ഇന്ത്യൻ ഡിഷാന്ന് തോന്നുന്നു.
പൊറോട്ടം ഗ്രീൻ പീസ് കറി, ഫ്രഞ്ച് ടോസ്റ്റ്, എഗ് റോസ്റ്റ്, പിന്നെ ഇവിടെ ലൈവ് മസാല ദോശ, മസാല ദോശയൊക്കെ ലൈവ് അവർ പറഞ്ഞു കഴിഞ്ഞാൽ കൗണ്ടറിൽ എടുത്ത് തരും. അമ്മമാർ എന്താ കട്ട് ചെയ്യാലേ എനിക്കിത്തിരി എന്നാൽ പോയിട്ട് എവിടെയെങ്കിലും സീറ്റ് സെറ്റ് ചെയ്തിട്ടെ എല്ലാവർക്കും ഇരിക്കാൻ പാകത്തിന് സീറ്റ് സെറ്റ് ചെയ്തിട്ട് വലിയ ടേബിളൊക്കെ കിട്ടി. അപ്പം പയ്യെ ടേബിൾ ഫില്ല് ചെയ്ത് തുടങ്ങാം. എങ്ങനെ ഒന്നുകൂടെ കാണിച്ച് നിക്കിക്ക് ഞാൻ ക്യാമറ ഓൺ ആക്കി വരുമ്പോൾ പേടി ഗൈസ്, എന്താന്ന് പറയാൻ പാടില്ല. ഗായ്സ് കപ്പിൾസ് എത്തി, ഒരു കപ്പിളെത്തി, ഇനി ഒരു കപ്പിളും കൂടെ ഉണ്ടല്ലോ. 7 പേര്. പുറത്ത് ഒരു കപ്പിളും കൂടെ ഉണ്ടോ? ഞാൻ പറഞ്ഞില്ല, വാട്ടർഫോളിൽ ഒരുപാട് നടക്കാണ്ട് താഴത്തോട്ട്. കഴിഞ്ഞ പ്രാവശ്യം കയറിയത് എങ്ങനെ കിതപ്പ് എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല. നമ്മളങ്ങനെ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി പോവാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇതാരിത് ഗൈസ്. നമ്മളങ്ങനെ ഇവിടെ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങുക. അപ്പം ഓക്കെ ബൈ. എല്ലാം കിട്ടുന്നുണ്ടല്ലോ അല്ലേ? സുന്ദരക്കുട്ടപ്പൻ, ഹൈ സുന്ദരക്കുട്ടപ്പി. ഓക്കെ പള്ളി പോലുള്ള ടൈമായി, 12:30. ഇനി നേരെ മൂന്നാർ ടൗൺ പിടിക്കണം. വെള്ളിയാഴ്ച ജുമ പള്ളി കൂടണം. ചാടിക്കയറി വണ്ടി കയറി. അപ്പം ഓക്കെ കാണാം.